ശുഭദിനം നേരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു പാട്ടാണ് പാടിയിരുന്നത്. ഓർമ്മയുണ്ടോ? ടീച്ചർ പാടട്ടെ ഒരിക്കൽ കൂടെ. ഞാനൊരു പാട്ടു പഠിച്ചിട്ടുണ്ട്, കൈത പൊത്തേൻ വെച്ചിട്ടുണ്ട്, അപ്പം തന്നാൽ ഇപ്പ പാടാം, ചക്കര തന്നാൽ പിന്നെയും പാടാം. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടല്ലേ? അപ്പോൾ നമുക്ക് ഇന്നൊരു കഥയായാലോ? ഒരു ഉറുമ്പിൻ്റെ കഥ ടീച്ചർ പറഞ്ഞു തരാം. ഉറുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒരു വേനൽക്കാലത്ത് ഉറുമ്പിനെ നന്നായി ദാഹിച്ചു. ഉറുമ്പ് പുഴക്കരയിലോട്ട് ചെന്നു. അവിടെ ചെന്ന് വെള്ളം കുടിക്കാനായി പോകുമ്പോൾ കാല് തന്നെ പുഴയിലേക്ക് വീണു. ഉറുമ്പ് മുങ്ങിത്താഴ്ന്നു. അയ്യോ രക്ഷിക്കണേ, അയ്യോ ആരെങ്കിലും രക്ഷിക്കണേ, എന്നെ രക്ഷിക്കൂ രക്ഷിക്കൂ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് ഒരു പ്രാവ് മരത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ പ്രാവ് ചിന്തിച്ചു, അയ്യോ ആ ഉറുമ്പിനെ രക്ഷിക്കാൻ എന്താണൊരു പോവഴി എന്ന് ചിന്തിച്ചു. ഒരു ഇലയെടുത്ത് പ്രാവ് ഇട്ടുകൊടുത്തു പുഴയിലേക്ക്. അതിൽ പിടിച്ചു കയറി ഉറുമ്പ് രക്ഷപ്പെട്ടു. ആ സമയത്തുകാരൻ പ്രാവിനെ കണ്ടു, മരത്തിലിരിക്കുന്ന പ്രാവിനെ കണ്ടു. പ്രാവിനെ വെടിവെക്കാനായി വേട്ടക്കാരൻ തയ്യാറെടുത്തു. ആ സമയത്ത് ഉറുമ്പ് കണ്ടു, അയ്യോ പ്രാവിനെ രക്ഷിക്കാൻ എന്താണൊരു വഴി എന്ന് ഉറുമ്പും ചിന്തിച്ചു. അങ്ങനെ ഉറുമ്പ് ഓടിച്ചെന്ന് കാലിൽ കടിക്കുകയായിരുന്നു. അങ്ങനെ വേട്ടക്കാരൻ്റെ ഉന്നം തെറ്റി പ്രാവ് പറന്നു പോയി. ഉറുമ്പിൻ്റെ അടുത്ത് പറഞ്ഞു, നന്ദി പറഞ്ഞു. എന്തിനാണ് അറിയോ നന്ദി പറഞ്ഞത്? എന്നെ ആപത്തിൽ നിന്ന് നീ രക്ഷിച്ചു. അപ്പോൾ ഉറുമ്പ് പറഞ്ഞു, നീ എന്നെ വെള്ളത്തിൽ വീണപ്പോൾ ഇല തന്ന് രക്ഷിച്ചു അല്ലേ? അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ചു. അപ്പോൾ ആപത്തിൽ നിന്ന് അവർ രണ്ടുപേരും രക്ഷപ്പെട്ടു. ഇതാണ് ഈ കഥയുടെ ഗുണപാഠം. ഇതുപോലെയായിരിക്കണം നമ്മളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ആപത്തിൽപ്പെട്ടാൽ സഹായിക്കേണ്ടത്. മനസ്സിലായോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക്? ഇനി നമുക്ക് എഴുതാം. ഇന്ന് നമ്മൾക്ക് പുതിയ അക്ഷരങ്ങൾ എഴുതി പഠിക്കാം. നോക്കാം. റാ എഴുതി, കൈയെടുക്കാതെ തന്നെ വീണ്ടും ഒരു റാ എഴുതി. ഈ അക്ഷരത്തിൻ്റെ പേര് താ. റാ എഴുതി, കൈയെടുക്കാണ്ട് തന്നെ ഒരു റായും കൂടി വരച്ചു. എന്താ ഈ അക്ഷരത്തിൻ്റെ പേര്? താ. റാ എഴുതി, കൈയെടുക്കാതെ തന്നെ ഒരു റായും കൂടെ അകത്തിലൂടെ എഴുതാം. താ. റാ എഴുതി, വീണ്ടും ഒരു റാ എഴുതുക. ഇനി അടുത്ത അക്ഷരം ഏതാണെന്ന് നോക്കാം. റാ പോലെ എഴുതി 3 ഇട്ടു. ഈ അക്ഷരത്തിന് എന്താ പേര്? ധ. വീണ്ടും റാ പോലെ എഴുതി 3 ഇട്ടു. ഇതിനെന്താ പേര്? ധ. ഇങ്ങനെ എഴുതി വീണ്ടും ഇങ്ങനെ. ഇനി ഒരക്ഷരം കൂടെ നമ്മൾക്ക് എഴുതി പഠിക്കാം. ചെറിയ റാ എഴുതി നീളത്തിൽ ഇങ്ങനെ ഇട്ടു, മുകളിലോട്ട് വന്നു. ഇതിനെന്താ പേരറിയോ? പാ. ചെറിയ റാ എഴുതി വീണ്ടും നീളത്തിൽ ഇങ്ങനെ എഴുതി മുകളിലോട്ട് വന്നു. ഈ അക്ഷരത്തിന് എന്താ പേര്? പാ. ചെറിയ റാ എഴുതി പാ. ഈ 2 വരിയുടെ പാതി വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്. റാ എന്നുള്ള ചെറിയ റാ തുടങ്ങിയിട്ട് ഇങ്ങനെയാണ് പാ എഴുതുക. ഇത് നോട്ട് ബുക്കിൽ എഴുതുക. കാണാം. ബൈ ബൈ.